നോമ്പ് പുരാതന കാലം തൊട്ടേ പലരും അനുവർത്തിച്ചു വരുന്നൊരു കാലം വേണം. എല്ലാ മതങ്ങളിലും ഈ നോമ്പ് ഉണ്ട്. ഈ റംസാൻ മാസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാസകാലം നീണ്ടു നിൽക്കുന്നൊരു നോമ്പാണ്. ഇതിന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നവീകരിക്കാനും അതിനെ ഡീടോക്സിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവും. പക്ഷേ നോമ്പ് തുറക്കുമ്പം നിറച്ച എണ്ണക്കടികളും പഞ്ചസാര അടങ്ങിയ പാനീയങ്ങളും കഴിച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളിങ്ങനെ ശുദ്ധിയാക്കി വൃത്തിയാക്കി നടക്കുന്ന ഒരു മഹാമന്ദിരം അവസാനം അവിടെ കൊണ്ടുവന്നിട്ട് ഉള്ള അഴുക്കെല്ലാം കൂടി നിക്ഷേപിച്ച് കൊളാക്കുന്ന അവസ്ഥ ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ആത്മാവിനെയും ശരീരത്തെയും മാത്രമല്ല സെല്ലുലാർ ലെവലിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ചെറിയ കോശങ്ങളെപ്പോലും അതിൻ്റെ മൈറ്റോകോൺട്രിയ ഇതുപോലെ തരുന്ന ഓരോ കമ്പണൻസിനെയും ശുദ്ധിയാക്കാൻ, നവീകരിക്കാൻ, അവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തമാക്കാൻ ഈ നോമ്പ് കൊണ്ട് സാധ്യമാവും എന്നുള്ളത്